ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പെസഹ ദിനത്തിനോടനുബന്ധിച്ചിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതും പെസഹ ദിനത്തിനെ കുറിച്ചിട്ടായിരിക്കും. അതിനോടൊപ്പം ബന്ധപ്പെട്ടിരിക്കുന്ന പ്രത്യേക വിഭവങ്ങളായിട്ടുള്ള പെസഹ അപ്പവും അതുപോലെ തന്നെ പെസഹ പാലിനെ കുറിച്ചിട്ടൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാം കേട്ടോ. ഇത്തവണ പെസഹാക്കി അമ്മയും അപ്പച്ചനും നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ട് പെസഹ അപ്പവും അതുപോലെ തന്നെ പാലൊക്കെ കുടിക്കാൻ നമുക്ക് പറ്റി. പെസഹ ദിനത്തിൽ ഉണ്ടാക്കുന്ന ഈ അപ്പവും പാല് കുറുക്കിയതൊക്കെ വളരെ ആത്മീയവും സാംസ്കാരികപരമായിട്ടും പ്രാധാന്യമുള്ളതാണ്, പ്രത്യേകിച്ച് കേരളത്തിലെ ക്രൈസ്തവരുടെ പാരമ്പര്യത്തിൽ. ഈ അപ്പം 2 തരത്തിലുണ്ടാക്കുന്നവരുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഉഴുന്നും അരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ചട്ടിയിൽ ഇങ്ങനെ ഒഴിച്ചുണ്ടാക്കുന്ന അപ്പമാണിത്. അല്ലാതെ നമ്മൾ വട്ടയപ്പമൊക്കെ ഉണ്ടാക്കും. എറണാകുളം ആ ഭാഗത്തേക്കൊക്കെ വട്ടയപ്പം എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുന്നത്. അങ്ങനെ 2 തരത്തിലുണ്ടാക്കുന്നതുണ്ട്. അതുപോലെ തന്നെ പാലാണെങ്കിലും തേങ്ങാപ്പാലും ശർക്കരയും ജീരകമൊക്കെ ഇട്ടിട്ടാണ് ഈ പാലുണ്ടാക്കുന്നത് കേട്ടോ. ഈശോ തൻ്റെ ശിഷ്യന്മാരോടൊപ്പം അവസാനമായിട്ട് അത്താഴം കഴിച്ച ദിനം, അതാണ് പെസഹ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് കേട്ടോ. നമ്മളപ്പോൾ വീട്ടിൽ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കുടുംബത്തിലെല്ലാവരും ചേർന്നിട്ടാണ് കഴിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ ഈ അപ്പം മുറിച്ച് പാലൊക്കെ കുടിക്കുന്നത് കേട്ടോ. കുടുംബത്തിലെ മുതിർന്നവർ അപ്പം മുറിച്ചിട്ട് എല്ലാവർക്കും നൽകും. അതെല്ലാവരും ചേർന്ന് അതുപോലെ തന്നെ പ്രാർത്ഥനയോടെ കഴിക്കുന്നതാണ് ഇതിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത്. നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മുടെ അയൽവക്കത്തുള്ളവരൊക്കെ ഇങ്ങനെ പാല് കുടിക്കാനും അപ്പം കഴിക്കാനൊക്കെ വരും. അതൊരു നൊസ്റ്റാൾജിയ ആയിരുന്നു. പണ്ട് ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഇതുപോലെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പാലൊക്കെ കുടിക്കാനും അപ്പം കഴിക്കാനൊക്കെ പോകും. അതൊരു ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഉദയേട്ടൻ ഫസ്റ്റ് ടൈമാണ് ഈ അപ്പവും പാലും രുചിച്ച് നോക്കണേ കേട്ടോ. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റൊക്കെയാണ് മുഖത്ത് കാണുന്നത്. ഇതൊരു ഭക്ഷണം മാത്രമല്ല, വിശ്വാസത്തിൻ്റെ പ്രതീകം കൂടിയാണ് കേട്ടോ. നമ്മൾ ഏത് മതത്തിൽപ്പെട്ടതാണെങ്കിലും എല്ലാ വിശ്വാസവും എല്ലാവരും ഇത് ആചരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഈ പെസഹ അപ്പവും ഈ പാല് കുടിക്കുന്നതൊക്കെ കേട്ടോ. നമുക്ക് നാട്ടിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇത്തവണ ബാംഗ്ലൂർ ആഘോഷിച്ചത്. ഈസ്റ്ററിനാണെങ്കിലും നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ വരുന്ന വിഷു ആണെങ്കിലും നമ്മളെല്ലാവരും ചേർന്ന് ഇവിടെ തന്നെയായിരിക്കും ഉണ്ടാവുക. ഓരോ പെസഹ വരുമ്പോഴും അതുപോലെ തന്നെ ദുഃഖവെള്ളി വരുമ്പോഴും ഈസ്റ്റർ വരുമ്പോഴും നമ്മൾ ഓരോ ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ജീവിതത്തിൽ. അതുപോലെ തന്നെ നമ്മുടെ ഈശോ പഠിപ്പിച്ച പങ്കിടലും വിനയവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ പെസഹ ദിനം നമ്മുടെ കുടുംബത്തോടൊപ്പം എന്താ പറയുക, ഇതുപോലെ എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കാനും ആ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ എപ്പോഴും ഇനിയുള്ള പാരമ്പര്യങ്ങളായിട്ട് തുടർന്നു കൊണ്ടുപോകാനും കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പെസഹ നല്ല രീതിക്ക് തന്നെ ആഘോഷിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ ഈസ്റ്ററൊക്കെ വരാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈസ്റ്റർ ദിന ആശംസകൾ മുന്നേ തന്നെ ഞാൻ പറയുവാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഈസ്റ്ററിനോടനുബന്ധിച്ചിട്ടൊക്കെ ആണെങ്കിലും എടുക്കാം, നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയൊരു വീഡിയോയിൽ കാണാം. ബായ്.